മാധുര്യമേറിയ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യമാണ്. ഈ വാക്യം ഒന്ന് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഒരുക്കത്തോടെ ഇരുന്നാൽ തീർച്ചയായും വിലപ്പെട്ട ചിലത് ഈ വാക്യത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ പോവുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണല്ലേ ഇത്. എന്റെ കൂടെപ്പുറത്തെ താങ്കൾ ഞെരുക്കത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ആരും താങ്കളെ സഹായിക്കാൻ ഇല്ല എന്ന തോന്നലിലാണോ താങ്കൾ ആയിരിക്കുന്നത്? താങ്കളുടെ ഭാവി പ്രതീക്ഷയൊക്കെ അസ്തമിച്ച അവസ്ഥയാണോ? ഒരു നല്ല അനുഗ്രഹത്തിന്റെ കൂട്ടായ്മ താങ്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഉണ്ടാകത്തില്ല എന്ന് സ്വയം വിധിയെഴുതി താങ്കൾ കഴിയുകയാണോ? അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിലൂടെ ഒരു വലിയ സന്തോഷത്തിന്റെ വാർത്ത, ഒരു വലിയ പ്രതീക്ഷയുടെ വാർത്ത ദൈവത്തിന് താങ്കളോട് പറയാനുണ്ട്. താങ്കളുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാക്കാമോ? താങ്കളുടെ കാത് നിശബ്ദമായി ഒന്ന് കൂർപ്പിക്കാമോ? അങ്ങനെയെങ്കിൽ താങ്കളുടെ ഹൃദയത്തിന്റെ ആ വാതിൽക്കൽ നിന്ന് യേശു കർത്താവ് മുട്ടുന്ന ഒരു നല്ല ശബ്ദം താങ്കൾക്ക് കേൾക്കുവാൻ കഴിയും. താങ്കളുടെ ഹൃദയത്തിന്റെ സാക്ഷ്യ ഒന്ന് തുറന്നു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ താങ്കളുടെ ജീവിതത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്ന് യേശു കർത്താവ് താങ്കളുടെ കൂടെ ഇരുന്ന് അത്താഴം കഴിച്ച്, താങ്കൾക്ക് യേശു കർത്താവിന്റെ കൂടെ ഇരുന്ന് അത്താഴം കഴിച്ച് ഒരു വലിയ സന്തോഷത്തിന്റെ കൂട്ടായ്മ, ഒരു വലിയ അനുഗ്രഹത്തിന്റെ കൂട്ടായ്മ, ഒരു ചൈതന്യത്തിന്റെ അവസ്ഥ അവിടെ തീർച്ചയായും വെളിപ്പെടുവാൻ പോവുകയാണ്. അത് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ താങ്കളുടെ ഹൃദയം യേശു കർത്താവിനൊന്ന് കൊടുക്കുവാൻ തയ്യാറാകൂ. അങ്ങനെയെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ യേശു കർത്താവ് കടന്നു വന്നാൽ താങ്കളുടെ എല്ലാ പ്രശ്നങ്ങളും യേശു കർത്താവിന്റെ പ്രശ്നങ്ങളായി മാറി താങ്കളെ ഒറ്റയ്ക്ക് വിടാതെ താങ്കളുടെ കൂടെ നടന്ന് താങ്കളുടെ ഏതു പ്രശ്നത്തിന്റെ നടുവിലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഏതൊരു പ്രയാസത്തിന്റെ നടുവിലും യേശു കർത്താവ് താങ്കളെ വിട്ടുമാറാതെ അന്ത്യം വരെയും വഴി നടത്തി വലിയ അനുഗ്രഹങ്ങൾ തരുവാനും സ്വർഗത്തിലെ ദൈവം നിത്യത തന്ന് യേശു കർത്താവിനോടൊപ്പമുള്ള ആ സ്വർഗീയ വാസം തന്ന് താങ്കളെ എന്നേക്കും സന്തോഷത്തിലിരുത്തുവാൻ, സമാധാനത്തിലിരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് താങ്കളുടെ ഹൃദയവാതിൽ യേശുവിനായി തുറന്നിട്ട് കൊടുക്കുക. വലിയ അനുഗ്രഹം താങ്കൾക്കായി കാത്തിരിക്കുന്നു. ഏത് പ്രതിസന്ധി വന്നാലും വിട്ടുപിരിയാത്ത ആ യേശു കർത്താവിനെ താങ്കൾക്ക് വേണമോ? സ്തോത്രം.